أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم أهلكنا من قرية بطرت معيشتها فتلك مساكنهم لن تسكن من بعدهم إلا قليلا وكنا نحن الوارثين وما كان ربك مهلك القرى حتى يبعث في أمها رسولا يتلو عليهم آياتنا وما كنا مهلك القرى إلا وأهلها ظالمون. ഹിദായത്ത് ആർക്ക് കിട്ടും എന്ന കാര്യമാണ് കഴിഞ്ഞ ആയത്തുകളിൽ തൊട്ടു മുമ്പുള്ള ആയത്തുകളിലുള്ള സൂചന. ഹിദായത്ത് കിട്ടണമെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കണം, ചീത്ത കാര്യങ്ങൾ കേൾക്കാതെ അതിനെ അവഗണിച്ച് തിരിഞ്ഞു കളഞ്ഞു പോകണം. ചീത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ടങ്ങനെ ജീവിച്ചു പോയാൽ ഒരിക്കലും നമ്മൾക്ക് സന്മാർഗത്തിലെത്തുകയല്ല ഉണ്ടാകുക. മനുഷ്യപ്രകൃതം തിന്മയിലേക്കാണ് കൂടുതൽ ചായ്ഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇദാ സമിഉൽ ലഗ്വ അഅറളൂ അൻഹു, ലഗ്വായിട്ടുള്ള അനാവശ്യമായ കാര്യങ്ങൾ കേട്ടാൽ അത് ചീത്തയായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനും നേരിനും എതിരായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കേൾക്കുകയാണെങ്കിലും പിന്തിരിഞ്ഞു പോവുകയും വഖാലൂ ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ, എനിക്ക് എൻ്റെ ജോലികൾ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം വരട്ടെ, ലാ നബ്തഗിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജാഹിലീങ്ങളുടെ കൂടെ ജീവിക്കാനോ അവർ പറയുന്നതിനനുസരിച്ച് നടക്കാനോ അവരോട് സഹവസിക്കാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുക, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളും ചെയ്യാം എന്ന ഒരു നിലപാട് വെച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകണം. എന്ന് പറഞ്ഞാൽ ഉപദേശിക്കണം, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. ആരെയും നിർബന്ധിക്കാനുള്ള അവകാശം നമുക്കില്ല. നമ്മളവിടുന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. അതായത് അവിടെ ഉപദേശങ്ങളും അതുപോലെ നമ്മളെ കൊണ്ടാകുന്ന ശ്രമങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ആരുടെയും മേക്കെട്ട് കയറാനോ അല്ലെങ്കിൽ ആരുമായും ഒരു അക്രമത്തിന് നിൽക്കാനോ പോകലല്ല. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളതനുസരിച്ച് ചെയ്യുക, ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് സമാധാനത്തിൻ്റെ മാർഗം. എന്നിട്ട് നബി ഇന്നക ലാ തഹ്ദി, നബിയോട് പറയാണ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഈ ഹിദായത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടപ്രകാരം ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല. അതിനുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹ് ഹിദായത്ത് കൊടുക്കുക. നമ്മളെ ഭാര്യയായി എന്ന് കരുതി ഭാര്യയെ നമ്മൾ പരിചരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യല്ലാതെ അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. നമ്മളെ മക്കൾക്ക് കഴിഞ്ഞോളണമെന്നില്ല, ബാപ്പാക്ക് കഴിഞ്ഞോളണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉറ്റ ബന്ധുമിത്രാദികൾക്കും ഹിദായത്ത് കൊടുക്കാനുള്ള
ആ ഒരു ശേഷി നമ്മുടെ കയ്യിലില്ല. അത് പടച്ചോൻ കൊടുക്കുന്ന ഒരു വലിയ വരദാനമാണ്. നബിക്ക് പോലും അതിന് സാധിച്ചിട്ടില്ലല്ലോ. നബിയുടെ കുടുംബങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അതായത് മാർഗദർശനം കാണിച്ചു കൊടുക്കല്ലാതെ മാർഗദർശനത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. അത് അള്ളാഹുവാണ് ചെയ്യേണ്ടത്. അവനാണ് ഒഹുവ അയലമു ബിൽ മുഹ്തദീൻ. നമ്മൾ ഓരോരുത്തരും ഹിദായത്ത് അവന് കിട്ടിയെന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആർക്കും നമ്മൾ ചീട്ട് കൊടുക്കേണ്ടതില്ല. അള്ളാഹുവിനറിയാം ഹിദായത്ത് ആർക്കാണ് കിട്ടിയത്. അങ്ങനെ അതിൻ്റെ ഒരു ബാക്കി തന്നെയാണ്. ഞങ്ങൾ ഹിദായത്തിലായതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്, ഭൂമിയിൽ നിന്ന് ഞങ്ങളെ കൊത്തിക്കൊണ്ടുപോവുകയാണ് ആളുകൾ, ഞങ്ങൾ നിൻ്റെ കൂടെ കൂടിയിട്ട് എന്നൊക്കെ കൂടിയാൽ എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കൊരാശങ്ക ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിൻ്റെ കൂടെ കൂടിയാൽ എല്ലാവരും കൂടി ഞങ്ങളെ പരിഹസിക്കുകയും ഞങ്ങളെ നശിപ്പിക്കുകയും ഞങ്ങളെ തുടച്ചു നീക്കുകയും ചെയ്യും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങൾ ഹിദായത്തിൽ വരൂല, നിൻ്റെ കൂടെ വരൂല എന്ന് പറയുന്ന നമുക്കും അതിലൊരു പാഠമുണ്ട്. നമുക്ക് സന്മാർഗം കിട്ടിയാൽ നമ്മളെ സൗകര്യം പോകും, ഇപ്പോഴത്തെ ഈ അംഗീകാരം പോകും, നാട്ടുകാരുടെ അടിയിലെ സ്ഥാനമാനങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ അനാചാരങ്ങളൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കറിയാം തെറ്റാണ്. പക്ഷേ ആ നാട്ടിലുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ നാട്ടിലുള്ള അംഗീകാരം പോകും. അതൊക്കെ ചെയ്യാതിരുന്നാൽ, തെറ്റിൻ്റെ കൂടെ നിൽക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ആളുകളുടെ കൂടെ നിൽക്കാതിരുന്നാൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന സ്ഥാനമാനങ്ങളോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ പല നമ്മുടെ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു കല്യാണമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളാവട്ടെ, അവിടെ ഒന്നും പാടില്ലാത്തത് നാട്ടിൽ നടന്നു വരുന്നതും എന്നാൽ പാടില്ലാത്തതുമായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ അവനൊരു പിശുക്കനാണ്, അല്ലെങ്കിൽ അവനൊരു ചൂരും മണവുമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നു കരുതി കുടുംബത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പലതും തെറ്റ് അനാചാരങ്ങളാവട്ടെ അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ ചെയ്യുന്ന ആളുകളെയും ധാരാളമായി നമുക്ക് കാണാം. ചില വിവാഹ സന്ദർഭങ്ങളിലൊക്കെ എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്തപ്പോൾ കാട്ടെ, എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ, നമ്മളായിട്ട് മോശമാകാൻ പറ്റുമോ, പലരെയും നാട്ടുകാരൊക്കെ വിളിക്കുന്നതല്ലേ എന്ന് കരുതി അനാവശ്യമായ പല കാര്യങ്ങളും ഇത്തരം സന്ദർഭങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് വേണ്ടി ഹറാമ് ചെയ്യുന്നു, ആളുകൾക്ക് വേണ്ടി അനാചാരങ്ങൾ ചെയ്യുന്നു, നാട്ടിലെ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നു. അത് ഒരിക്കലും നമുക്ക് പാടില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ നബിയോട് പറഞ്ഞത് അതാണ്. വഖാലു ഇൻ നത്തബിഉൽ ഹുദ, ഹിദായത്ത് ഞങ്ങൾ പിൻപറ്റിയാൽ, അവർ പറഞ്ഞു ഹിദായത്ത് ഞങ്ങൾ പിൻപറ്റിയാൽ നുതഖത് മഅക, നിൻ്റെ കൂടെ ഹിദായത്തും പിൻപറ്റി ജീവിച്ചാൽ നുതഖത്തഫു മിൻ അർദിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ റാഞ്ചിയെടുക്കപ്പെടും, അതായത് ഞങ്ങളെ ആക്രമിക്കപ്പെടും, ഞങ്ങളെ തുടച്ചു നീക്കപ്പെടും എന്ന് അവർ ആശങ്കിക്കുന്നു ഹിദായത്തിൻ്റെ കൂടെ പോയാൽ. അതിന് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി, നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാം സൗകര്യം അള്ളാഹു തആല ചെയ്തു തന്നു. അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനൻ, ഈ ഹറമ് ഒരു നിർഭയമായി നാം സൗകര്യപ്പെടുത്തി തന്നില്ലേ. അതാരും കുറേശികൾ ചെയ്തതല്ല. ഹറമിൻ്റെ ഉള്ളിൽ കടന്നാൽ ഏത് ബതുക്കളായ കാട്ടറബികളും ആക്രമിക്കൂല, അവിടെ വീണ് കിടക്കുന്നത് പോലും എടുക്കില്ല, അവരൊരു മൃഗത്തെപ്പോലും വേട്ടയാടുകയോ അല്ലെങ്കിൽ ഒരാളുടെ നേരെ വാള് ചൂണ്ടുകയോ ഇല്ല. ഹറമിൽ വന്നാൽ ആളാകെ മാറും, ആ ജാഹിലിയ സമൂഹം പോലും. അത് അള്ളാഹു അവർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അവലം നുമക്കില്ലഹും ഹറമൻ ആമിനൻ, ഈ ഹറമിനെ വിശുദ്ധ ദേശത്തെ നിർഭയമുള്ള ദേശമാക്കി മാറ്റിയില്ലേ, അത് നിങ്ങൾക്ക് അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹമല്ലേ. യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും കായ്ക്കനികൾ അവരിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ജബാ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന് എടുക്കുന്നതിനാണ് ജിബായത്ത് എന്ന് പറയാം. പല സ്ഥലത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വാരിക്കും. അപ്പോൾ അവിടെയുള്ള സമറാത്തുകൾ, മക്കയിൽ വരുന്ന ഉർസുഖുഹും മിന സമറാത്തി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതിൻ്റെ ബാക്കിയായി മക്കയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സമറാത്തുകൾ, കായ്ക്കനികൾ, ധാന്യങ്ങളാവട്ടെ പഴവർഗ്ഗങ്ങളാവട്ടെ ഭക്ഷ്യവസ്തുക്കളാവട്ടെ അവിടേക്ക്
ഒരുമിച്ച് കൂട്ടപ്പെടുന്നുണ്ട്. റിസ്ഖം മില്ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള ഒരു റിസ്ഖായിക്കൊണ്ട് പടച്ചവൻ നൽകുകയാണ് ഇത്രയധികം സമറാത്തുകൾ അവിടേക്ക്, നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അധിക പേരും അറിയുന്നില്ല അതിൻ്റെയൊക്കെ ഒരു വില. അള്ളാഹു ഹറമിനെ സംരക്ഷിച്ച, നമ്മൾക്കൊന്നും കാണാത്ത, നമ്മൾ നിനക്കാത്ത രൂപത്തിൽ ഹറമിന് അള്ളാഹു തആല സംരക്ഷണം നൽകിയില്ലേ? ആ ഹറമിൻ്റെ ഉള്ളിലിരുന്ന് ഞങ്ങൾ ഹിദായത്ത് കണ്ടാൽ, പടച്ചവൻ പറഞ്ഞ കാര്യത്തിലേക്ക് ഹിദായത്തായാൽ ഞങ്ങൾ ആരെങ്കിലും നശിപ്പിക്കും, ഇവിടെ നിന്ന് റാഞ്ചി കൊണ്ടുപോകും, നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവരോട് അള്ളാഹു പറയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ നാശത്തിന് വിധേയമായ ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അള്ളാഹു തആല. അങ്ങനൊന്നും വിചാരിക്കണ്ട. എന്തുകൊണ്ടെന്നാൽ വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ബതിറത് മഈശതഹാ, വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, എത്ര സമൂഹത്തെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നത്തെ ഒരു അറബി ഭാഷയിൽ അർത്ഥത്തിൽ ഖറിയത്ത് ഗ്രാമം എന്നും മദീനത്ത് പട്ടണം എന്നുമാണ്. എന്നാൽ ഖുർആൻ ഉപയോഗിച്ച ഗ്രാമം എന്ന് പറയുമ്പോൾ അത്രയൊന്നും വികസനം വരാത്ത ഒരു ഓണം കേറാമൂലയാണ് ഗ്രാമമെന്നും, പട്ടണം എന്നൊക്കെ പറയുമ്പോൾ വലിയ വികസനങ്ങളും ആൾതാമസവും ഉള്ളതാണ് എന്നാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കി വെച്ച ഒരു ഭാഷാപദം. ആ അർത്ഥത്തിലല്ല ഖുർആനിൽ ഖറിയത്ത് എന്ന് പറയുന്നത്, ആൾതാമസമുള്ള സ്ഥലം എന്നാണ്. അതുകൊണ്ടാണ് അമനിമൊലിയൊക്കെ ആ ഖറിയത്തുൻ പട്ടണം എന്നാണ് അർത്ഥം കൊടുക്കല്. പട്ടണം എന്നാണ്, അതായത് ജനവാസമുള്ള സ്ഥലം എന്നർത്ഥം. അപ്പം അതാണ് ഇവിടെ വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, എത്ര ജനവാസമുള്ള സ്ഥലത്തെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. എന്തായിരുന്നു? ബതിറത്ത് മഈശതഹാ, അവരുടെ മഈശത്തിൽ അവർ അഹങ്കരിച്ചു. ബത്തർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, നന്മയോടുള്ള അവഗണനയും അതുപോലെ തന്നെ തിന്മയിലേക്കുള്ള ആ മുന്നേറ്റവുമാണ് ബത്തർ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ബത്തിറത്ത് മഈശതഹാ, അവരുടെ മഈശത്തിൻ്റെ കാര്യത്തിൽ അവർ അഹങ്കരിച്ചു. മഈശത്ത് പറഞ്ഞാൽ ഒരു മലയാളമാണല്ലോ, ആശ യഈശൂൻ. ആശ എന്ന് പറഞ്ഞാൽ ജീവിച്ചു, യഈശു ജീവിക്കുന്നു, മഈശത്ത് ജീവിതം എന്ന. അപ്പോൾ വൈകുന്നേരമോളം മഈശത്തിന് വേണ്ടി പണിയെടുക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു അറബി പദമാണ്, പലപ്പോഴും പറയുന്നത് അതാണ്. ഒരായത്തും നമ്മൾ ഈ ഓരുന്ന ഒരായത്തിലും ഒന്നോ രണ്ടോ അറബ് പദം മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാത്തത് ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള പഠിച്ചാൽ മതിയല്ലോ ഒരായത്ത് പഠിക്കുമ്പോൾ. ഖുർആനിൽ കുറേയൊക്കെ മലയാളം തന്നെയാണ്. അങ്ങനെ മാത്രം നമ്മളെ ഭാഷ ഖുർആനുമായിട്ടും അറബി ഭാഷയുമായിട്ടും കേരളത്തിലെ മലയാളം അങ്ങനെ കൂടി കലർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഉറുദു ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, വലിയൊരു വിഭാഗം ഒരു ഭാഗം പദാവലികൾ അറബിയാണ്, പേർഷ്യനും ഉറുദു ഒക്കെ. ഈ കുറച്ച് അവിടെ കഴിഞ്ഞാൽ ഒരു ഹിന്ദിയിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും കയറി വന്നത് കുറച്ചാണ്ട് ഒഴിവാക്കിയ ഒന്നും കൂടിയാണ് പഠിച്ചു കഴിഞ്ഞാൽ അവന് അറബി പഠിച്ച ഒരാൾക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ മഈശത്തിൽ വലിയ അഹങ്കരിച്ച എത്ര ഗ്രാമക്കാരുണ്ട്. ഫതിൽക മസാകിനും. അപ്പോൾ അത് എന്തിനാണ്? ഹിദായത്ത് കിട്ടുന്നതിനെ പറ്റി പറയാണ്. നിങ്ങൾ ഹിദായത്ത് ഇല്ല, നിങ്ങൾ ഈ ഞങ്ങൾ മക്കയിൽ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടിയാൽ നിങ്ങൾ നോക്കി, വകം മിൻ ഖറിയത്തിൻ ബത്റത്ത് മഈശതഹാ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ അഹങ്കരിച്ചിട്ടുള്ള എത്രയെത്ര ജനവാസമുള്ള പ്രദേശങ്ങളാണ്. ഫതിൽക മസാകിനുഹും, അതാ അവരുടെ വീടുകൾ. അള്ളാഹു ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. തിൽക മസാകിനുഹും, അതാ അവരുടെ വീടുകൾ. എന്താ അതാന്ന് പറയാൻ കാരണം? തിൽക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതാന്ന് പറയാൻ കാരണം മക്കക്കാർ യമനിലേക്ക് 6 മാസം കൂടുമ്പോൾ യമനിലേക്ക്, മറ്റൊരു 6 മാസത്തിൽ ഷാമിലേക്ക്, അങ്ങനെയുള്ള യാത്രയാണ് അവരുടേത്. 1 മാസം അങ്ങണ്ടും 1 മാസം കണ്ടും കച്ചവട സംഘമായിട്ട്. അപ്പോൾ അവരിങ്ങനെ കാണുന്ന സ്ഥലങ്ങളാണ് ഫതിൽക മസാകിനുഹും, അതാ ആ ജനവാസമുള്ള ആളുകൾ, ആ ജനങ്ങളുടെ മസ്കനുകൾ, താമസ ഇടങ്ങൾ. സക്കന്, മസ്കൻ, വീട്, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ. ഫതിൽക മസാകിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം പിന്നെയാരും അവിടെ താമസിച്ചിട്ടില്ല.
കഴിഞ്ഞകാല സമൂഹങ്ങളെ നശിപ്പിച്ച പല സ്ഥലങ്ങളുടെയും ഇന്നത്തെയും അവസ്ഥ അതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ നശിപ്പിച്ച ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഒരു ജീവനില്ല, ആരും അവിടെ താമസിക്കുന്നില്ല, താമസയോഗ്യമല്ല ആ പ്രദേശം. സമൂദ്, ആദ്യ സമൂദുകളെ അള്ളാഹു തആല നശിപ്പിച്ച സ്ഥലം താമസയോഗ്യമല്ല. അതുപോലെ തന്നെ അബ്രഹത്തിൻ്റെ അനുയായികളെ നശിപ്പിച്ച സ്ഥലം താമസയോഗ്യമല്ല. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾക്ക് ചരിത്രത്തിൽ കൃത്യമായി അറിയപ്പെടാത്ത മധ്യപൗരസ്ത്യ ദേശങ്ങളിലെ പ്രവാചകന്മാർ വന്നപ്പോൾ അവിടെ അവർ അഹങ്കരിക്കുകയും അവരെ അല്ലാഹു തആല നശിപ്പിക്കുകയും ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും താമസയോഗ്യമല്ലാതെ വരണ്ട് വെറും ഒരു ടൂറിസ്റ്റുകൾ നോക്കിക്കാണുന്ന ഒരു സംഭവങ്ങൾ മാത്രമായിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പഴയകാലത്തെ മഹാരാജാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങൾ, അതൊന്നും താമസയോഗ്യമല്ല. ഫതിൽക മസാക്കിനുഹും, അതാ നിങ്ങൾ നോക്കൂ അവരുടെ താമസയിടങ്ങൾ, ലം തുസ്കൻ മിൻ ബഅദിഹിം, അവരെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ കാലശേഷം പിന്നെ അവിടെ ആരും താമസിച്ചിട്ടില്ല. അതാണ് ലം തുസ്കം മിൻ ബഅദിഹിം. പിന്നെ ഇല്ലാ ഖലീലൻ, അല്പമല്ലാതെ കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടായിരിക്കാം. തുർക്കിയിലൊക്കെ ധാരാളം കോട്ടകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്. ഒട്ടോമൻ സാമ്രാജ്യം വാണിരുന്ന സ്ഥലങ്ങളടക്കമുള്ള ധാരാളം സ്ഥലങ്ങൾ വിജനമാണ്. അവിടേക്ക് കടന്നു ചെന്നാൽ നമ്മുടെ ശ്വാസം പോലും നമുക്ക് കേൾക്കാം. വലിയ കോട്ടകൾ, എന്തെല്ലാം വലിയ മഹാരാജാക്കന്മാർ അധിവസിച്ചിരുന്ന സ്ഥലമാണ്. കുറച്ചു കാലം അവരൊക്കെ അധിവസിച്ച് പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ അവർക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഫറോവമാർ, നമ്രൂദ് അധിവസിച്ചിരുന്ന പ്രദേശം ശാന്തമാണ് അവിടെ. അതുപോലെ തന്നെ ഫറോവമാർ അധിവസിച്ചിരുന്ന പ്രദേശങ്ങൾ, അതൊക്കെ അള്ളങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളും ആ ഭാഗത്തു കൂടിയൊക്കെ ഒന്ന് പോയാൽ ആ ചൂണ്ടുവിരൽ നമുക്കും കാണാം. ഫതിൽക മസാക്കിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം, അവരുടെ മസ്കനുകൾ, അതാ താമസയിടങ്ങൾ അവർക്ക് ശേഷം അവിടെ ഇല്ലാ ഖലീലൻ, അല്പമല്ലാതെ താമസിച്ചിട്ടില്ല. വകുന്നാ നഹ്നുൽ വാരിസീൻ, അതിൻ്റെ വിറാസത്ത് നാം ആണ് എടുത്തിട്ടുള്ളത്. വകുന്നാ നഹ്നു, നാം ആയിരിക്കുന്നു, അൽ വാരിസീൻ, അനന്തരമെടുത്തവരിൽപ്പെട്ടവനായിരിക്കുന്നു. അള്ളാഹ് പറയുന്നത് നമ്മളാണ് അതിനെ അനന്തരമെടുത്തത്. പിന്നെ ആർക്കും അവിടെ താമസിക്കാൻ കൊടുത്തില്ല. അല്ലാഹു തആല അനന്തരാവകാശിയായി അള്ളാഹ് കണ്ട് കയ്യിലെടുത്തു ആ ഭൂമിയെ. ഇനി ആളുകൾക്ക് വന്ന് കാണാനല്ലാതെ അവിടെ താമസിക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ അവരുടെയൊക്കെ അള്ളാഹുവിൻ്റെ നാശം വന്ന ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ വിജനമായി കിടക്കുന്നു. അത് എന്താണ് പറയുന്നത്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് റസൂലുള്ളാഹിനെ ധിക്കരിച്ച ആളുകളോട് പറയാണ്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളും എന്നർത്ഥം. വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറാ ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂല. നമ്മൾ മക്ക മദീനയിലൊക്കെ പോകുമ്പോൾ ഈ ബദറിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ നമുക്കിങ്ങനെ ഈ ആയത്ത് ഓർമ്മ വരും. ഫതിൽക മസാക്കിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല. കാരണം എന്തൊരു ആർഭാടത്തിലായിരുന്നു ബദറിലേക്ക് ശത്രുക്കൾ വന്നത്. ഒരു ദിവസം 10 ഒട്ടകമായിരുന്നു അത്രേ ബദറിലേക്ക് യുദ്ധത്തിന് വന്നപ്പോൾ ഈ ഖുറൈശികൾ 10 ഒട്ടകം ഒരു ദിവസം അറുത്തിരുന്നു. 10 ഒട്ടകം അവർക്ക് തിന്നണ്ടേ? ഒരൊട്ടകം കൊണ്ട് 100 ആൾ തിന്നും. അങ്ങനെ 1000 ആളുകൾ അവരുണ്ടായിരുന്നത് ഒട്ടകമൊക്കെ അറുത്ത്, അതുപോലെ അവരുടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ദഫുകളും അന്നുണ്ടായിരുന്ന വാദ്യോപകരണങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ആഘോഷത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ആദ്യത്തെ യുദ്ധത്തിന് ശത്രുക്കൾ വരുന്നത്. പാട്ടും കൂത്തും മദ്യവും അതുപോലെ വാദ്യോപകരണങ്ങൾ, അന്നത്തെ വാദ്യോപകരണം എന്ന് പറഞ്ഞാൽ ദഫൊക്കെയാണ്. ദഫ് മുട്ടി തിന്ന് ആർമാദിച്ചു കൊണ്ടാണ് പുത്തൻ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു ഖുറൈശികൾ വന്നത്. അവസാനം ഹുനൈൻ യുദ്ധത്തിലും കുടുംബസമേതം തന്നെയാണ് വന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഇപ്പം ആ ബദറിൻ്റെ ഖലീബ് ബദർ, ആ ശത്രുക്കളായിട്ടുള്ള 10-70 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൊല്ലപ്പെട്ട ആളുകളെ
ആ കലീബിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ടു, ഒരു കിണറ്റിലേക്ക്. ആ കിണർ ഇപ്പോഴും നമുക്ക് കാണാം. ആ കിണറിൻ്റെ അവിടെ അങ്ങനെ നിന്നാൽ എത്ര വലിയ പ്രൗഢിയുള്ള മനുഷ്യന്മാരായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അതൊന്നും വേണ്ട, നമുക്ക് ഉത്തരേന്ത്യയിൽ കൂടി ഇങ്ങനെ പോയി നോക്കിയാൽ വലിയ മഹാരാജാക്കന്മാരുണ്ടാക്കിയ കോട്ട കൊത്തളങ്ങൾ, ഇവിടുന്നാണ്ട് മൈസൂർ രാജാവിൻ്റെ കോട്ട മുതൽ എത്രയോ ഗുഹകളും എത്രയോ ജനവാസമുണ്ടായിരുന്ന സ്ഥലങ്ങളുമൊക്കെ ഇപ്പോൾ കേവലം നിശബ്ദമായി ആരുമില്ലാത്ത നിശബ്ദ കേന്ദ്രങ്ങളായി മാറി. എന്താ കാരണം? കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസ്റൂഇൻ മഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളരീൻ. എത്ര കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവരിവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. വസ്റൂഇൻ മഖാമിൻ കരീം, എത്ര കൃഷിയിടങ്ങളും വലിയ വലിയ മാന്യമായ താമസയിടങ്ങളുമാണ് അവരിവിടെ ബാക്കി വെച്ച് പോയത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ സുഖിച്ചാനന്ദിച്ചിരുന്ന എത്ര അനുഗ്രഹങ്ങളാണ് അവരിവിടെ ബാക്കി വെച്ച് പോയത്. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു, അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല. വമാ കാനൂ മുൻളരീൻ, അവരെ പിടികൂടുന്ന സമയമെത്തിയപ്പോൾ അവർക്ക് അല്പം പോലും അല്ലാഹു തആല നീട്ടിക്കൊടുത്തിട്ടുമില്ല എന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ കൺമുമ്പിലുള്ള ജീവിത അനുഭവങ്ങൾ, പൂർവികന്മാരുടെ ചരിത്രം കേട്ട് അവരുടെ വലുപ്പം മനസ്സിലാക്കി ഇപ്പം അവരെന്തായി എന്ന് ഓർക്കാനും അങ്ങനെ നമ്മളും ആകുമെന്ന് നമ്മളെ താക്കീത് നൽകുകയാണ് ഇതിൽ കൂടി അല്ലാഹു തആല. വകുന്ന നഹ്നുൽ വാരിസീൻ, നാമാണ് അനന്തരമെടുക്കുന്നവർ. വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറാ, നിന്റെ റബ്ബ് ഒരു ഗ്രാമവാസികളെ ഹലാക്കാക്കുന്നവനല്ല. മുഹ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഹലാക്കാക്കുന്നവൻ, അത് മലയാളം തന്നെയാണ്. വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറാ, ഒരു സമൂഹവും ഒരു ഗ്രാമങ്ങളെയും നശിപ്പിക്കുന്നവനല്ല, നശിപ്പിക്കുകയില്ല. ഹത്താ യബ്അസ, അവൻ നിയോഗിക്കുന്നത് വരെ ഫി ഉമ്മിഹ, അതിൻ്റെ കേന്ദ്രത്തിൽ. ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മ തന്നെ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്നാണ് മക്കൾക്ക് പറയാം, മക്ക രാജ്യത്തിന്. ഇനി ഒരു കുടുംബത്തിൻ്റെ കേന്ദ്രം എന്തായിരുന്നാലും ഉമ്മ തന്നെയാണ്. ബാപ്പയാണെങ്കിലും ഉമ്മൻ്റെ അടുത്തേക്കാണ് ഭക്ഷണമായോ അല്ലെങ്കിൽ കാര്യങ്ങളായോ ചെയ്തോ എന്നൊക്കെ വരാം. മക്കളും അങ്ങനെ തന്നെ വരാം, അമ്മയാണ്, അതാണ് കേന്ദ്രം. അത്താ യബ്അസ ഫീ ഉമ്മിഹ, ആ ഗ്രാമത്തിൻ്റെ കേന്ദ്രത്തിൽ അള്ളാഹു നിയോഗിക്കും റസൂലൻ, ഒരു ദൂതനെ. അപ്പം അല്ലാഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യവാസമുള്ള സ്ഥലങ്ങളുടെ കേന്ദ്ര സ്ഥലങ്ങളിലൊക്കെ, എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും മുക്കുമൂലകളിലും അങ്ങേ കൊളമ്പുലും പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ ജനവാസമുള്ള ഒരു വടക്കേ കൊളമ്പ്, തെക്കേ കൊളമ്പ്, പടിഞ്ഞാറേ കുണ്ട്, കേക്കേ കുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് റസൂലിനെ അള്ളാഹു നിയോഗിക്കും. ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ജനവാസമുള്ള പ്രദേശങ്ങൾ നിയോഗിക്കാതിരുന്നിട്ടില്ല. യത്ലൂ അലൈഹിം ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുത്തുകൊണ്ട്. തലായത്തുലു എന്ന് പറഞ്ഞാൽ തിലാവത്ത്, ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. ഉമാ കുന്ന മുഹ്ലിക്കിൽ ഖുറ, നമ്മൾ ഒരു ഗ്രാമങ്ങളെയും നശിപ്പിക്കുന്നവനല്ല. ഇല്ലാ വ അഹ്ലുഹാ ലാലിമൂൻ, ആ അഹ്ലുകാർ, ആ നാട്ടുകാർ ലാലിമീങ്ങളായിട്ടല്ലാതെ, അക്രമികളായിട്ടല്ലാതെ. വായത്ത് നോക്കുങ്ങൾ, മുഹ്ലിക്ക് പറഞ്ഞാൽ ഹലാക്കാക്കുക, മലയാളം തന്നെയാണത്. അതുപോലെ റസൂല്, ദൂതൻ, എല്ലാവർക്കും അറിയാം. ലാലിമ്, അക്രമി, ലാലിമാണ്, ലാലിമീങ്ങൾ. അപ്പോൾ ഒരു ഗ്രാമത്തെയും അള്ളാഹു റസൂലിനെ നിയോഗിക്കാതെ അയച്ചിട്ടില്ല. ഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ, ഒരു സമുദായവും താക്കീതുകാരനില്ലാതെ വന്നിട്ടില്ല. ആദ്യകാലത്തൊക്കെ ഉള്ള സമുദായങ്ങൾ ഒരു പ്രവാചകനെ അയക്കും, ആ പ്രവാചകൻ്റെ ചുറ്റുഭാഗത്തുമുള്ള പ്രദേശങ്ങളിലൊക്കെ ആ പ്രവാചകൻ്റെ സന്ദേശം എത്തും, അല്ലാഹു തആല എത്തിക്കും, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു പൂർവ്വകാലം മുതലുണ്ടായിരുന്നത്. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോഴേക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ്റെ സംസ്കാരത്തിൽ അല്ലാഹു ഉണ്ടാക്കിയെടുത്തു. പണ്ടത്തെ പോലെയല്ല. അന്ന് ലൂത്ത് നബി അലൈഹി സ്വലാമും കുറച്ച് ആളുകളും അവിടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കുറച്ച് ആളുകളും ഇവിടെ, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല.
അതുപോലെ തന്നെ ഒറ്റപ്പെട്ട പ്രവാചകന്മാരായിരുന്നു അവിടെയൊക്കെ. പിന്നീട് ഫിറഔനും മൂസാ നബിയും ഹാറൂനും ഫിറഔൻ്റെ ആ ഒരു സമൂഹം ഇസ്രായേലിൽ പിന്നെ അങ്ങനെ വികസിച്ച് മുഹമ്മദ് നബി വന്നപ്പോൾ പിന്നെ ഇനി ഒരു പ്രവാചകൻ വന്നിട്ടില്ലെങ്കിലും ആ പ്രവാചകൻ്റെ സന്ദേശം ലോകത്തുള്ള എല്ലാവർക്കും എത്തിക്കാനുള്ള സംവിധാനം അള്ളാഹ് ഉറപ്പുവരുത്തി. അതാണ് ഒരു അങ്ങനെയുള്ളൊരു സാമൂഹിക ഘടന പിൽക്കാലത്ത് അള്ളാഹു ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാക്കിയപ്പോൾ അതോടുകൂടി നബിയെ അവസാനിപ്പിച്ചു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൗത്യം എത്താത്ത ഒരു സ്ഥലവും ഇല്ല. അത് എത്തിക്കേണ്ട പണി നമുക്കാണെന്ന് മാത്രം. അപ്പം നമുക്ക് റസൂലിൻ്റെ ഒരു ദൗത്യം, ഒരു സന്ദേശം കിട്ടിയാൽ നമ്മളെന്ത് വേണം? അത് കിട്ടാൻ സാധ്യതയില്ലാത്ത, എവിടേക്കും കേൾക്കാൻ പോകാത്ത, അത് പഠിക്കാൻ പോകാത്ത, ഇതിലൊന്നും പങ്കെടുക്കാത്ത ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. എത്രയോ ഇന്ന് സോഷ്യൽ മീഡിയകളായിട്ടുമൊക്കെ മനുഷ്യരിലേക്ക് ഒരു സന്ദേശം എത്തിക്കാനുള്ള സൗകര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ സൗകര്യം നമുക്കൊരു നല്ല കാര്യമാണ്. ഇതെല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബത്തിലേക്ക് അതാണ് കേൾപ്പിക്കണം. നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മളത് എത്തിക്കണം. ഇതൊരു 10 ആൾക്ക് ഇതുകൊണ്ട് അയച്ചു കൊടുത്താളാ, ഇതൊരു നല്ല ഉപദേശമാണ്, നല്ലൊരു സന്ദേശമാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. അതങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് അല്ലാഹു തആല പ്രവാചകനിൽ കൂടി സ്വീകരിച്ചത്. പ്രവാചകനിൽ കൂടി അതാണ്. നബി അവിടെ ഉണ്ടായി, മക്കത്തുണ്ടായി. കാര്യമായി പ്രബോധനമൊന്നും പുറത്തേക്ക് എത്തിയിരുന്നില്ല. മദീനത്തെത്തിയതോടുകൂടി കേട്ടറിയുന്നു, കണ്ടറിയുന്നു. എത്യോപ്യക്കാർ അല്ലെങ്കിലേ ഇതറിഞ്ഞിട്ടുണ്ട്. മക്കയിൽ നിന്ന് തന്നെ മദീനയിലെത്തിയപ്പോൾ പല നാട്ടുകാരും റോമക്കാരിലേക്കും പേർഷ്യക്കാരിലേക്കും ഒക്കെ എത്തിയല്ലോ. റസൂലിൻ്റെ ദൗത്യം എത്രയെത്ര ദൂരെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് ഖുർആന് 4 പ്രതിയാക്കാനുള്ള കാരണം എന്താണ്? ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിബ്രീൽ ഇറക്കി തന്നപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത്, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർ എഴുതിയെടുക്കുകയായിരുന്നു. എന്നിട്ട് എഴുതിയ കോപ്പി ഓരോരുത്തരും കൊണ്ടുപോകും കല്ലിൻ്റെ മുകളിൽ, അതുപോലെ ഈത്തപ്പന ഓലയിൽ, അതുപോലെ എല്ലിൻ കഷ്ണത്തിന്മേൽ, വീതിയുള്ള എല്ലിൻ കഷ്ണത്തിന്മേൽ, അതൊക്കെ അങ്ങനെയൊക്കെയാണ് എഴുതിയിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അതൊക്കെ കൂടി ഒരു മുസാഹഫിൻ്റെ ഉള്ളിലാക്കി ഒറ്റ മുസാഹഫാക്കി മാറ്റി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലായപ്പോഴേക്കും മനുഷ്യന്മാർ വികസിച്ചു. ആസർബൈജാനിലും അർമീനിയയിലൊക്കെ ജനങ്ങളുണ്ടായി. പേർഷ്യൻ്റെ ആ ഇന്നത്തെ റഷ്യൻ ഭാഗങ്ങളിലൊക്കെ ജനങ്ങളുണ്ടായപ്പോൾ അവിടേക്ക് പോയ, പ്രബോധനത്തിന് പോയ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ വന്ന് പറഞ്ഞതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാനോട്, ഖലീഫ എത്രയാണ് ഇപ്പം അതിൻ്റെ ദൂരം മദീനയിൽ നിന്ന്? അവിടെ പറഞ്ഞു ഇതൊക്കെ ദീനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഓൽക്ക് ഖുർആന് നമ്മളെപ്പോലെ അറബികളെപ്പോലെ ഖുർആൻ ഓതാൻ അവർക്ക് അറിയില്ല. അവരുടെ ഭാഷ വഴങ്ങുന്നില്ല, അവരുടെ നാവ് ഖുർആനിന് വഴങ്ങുന്നില്ല. അതുകൊണ്ട് അവർ വഴങ്ങണമെങ്കിൽ ഖുർആനിൻ്റെ പ്രതി അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോഴാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 4 ഖുർആനിൻ്റെ അവിടെ ഉണ്ടായിരുന്ന അസൽ ഗ്രന്ഥത്തിൽ നിന്ന് 4 കോപ്പി തോലിൻ്റെ തോൽ പിന്നെ ഇത് ഉണ്ടാക്കി വെട്ടിയെടുത്തിട്ട് അതിൽ എഴുതിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചത്. അപ്പം ഇന്നങ്ങനെ പ്രചരിക്കാൻ, അങ്ങനെ അത് പ്രചരിച്ച് എല്ലാവരും എത്തി. ഇന്നൊക്കെ എത്രയോ സൗകര്യമാണല്ലോ നമ്മളെ കുടുംബത്തിലേക്ക് നമുക്കൊരു നല്ല കാര്യം എത്തിക്കാൻ, നമ്മളറിയുന്നവരിലേക്ക് എത്തിക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമുക്ക് നല്ലൊരു കാര്യം എത്തിക്കാൻ എത്ര എളുപ്പമാണ്. അതാണ് റസൂലുമാരുടെ പണി. ആ പണിയാണ് നമുക്ക് തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹി നാം പറഞ്ഞ് നബി നമ്മളെ ഏൽപ്പിച്ച പണി അതാണ്. ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂല. ഒരു ഗ്രാമത്തെയും നാം നശിപ്പിക്കുകയില്ല. അതിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് ഒരു ദൂതനെ നാം നിയോഗിക്കുന്നത് വരെ യത്ലു അലൈഹിം ആയാത്തിന, അദ്ദേഹം അവരുടെ മേൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കും. വമാ കുന്നാ മുഹ്ലിക്കിൽ ഖുറ, ഒരു ഗ്രാമത്തെയും നാം നശിപ്പിക്കുകയില്ല. ഇല്ലാ വ അഹ്ലുഹാ ളാലിമൂൻ, അതിൻ്റെ ആളുകൾ ലാലിമീങ്ങളായിട്ടല്ലാതെ. അപ്പം ലാലിമീങ്ങളായി ഒരു നാട്ടുകാർ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് അല്ലാഹു തആല നശിപ്പിക്കൂല. നമ്മളാരും വിശ്വാസികളല്ല, അവിശ്വാസികളായി എന്നതുകൊണ്ട് നശിപ്പിക്കണമെന്നില്ല. പക്ഷേ വിശ്വാസത്തെ, അള്ളാഹു പഠിപ്പിച്ച വിശ്വാസത്തെ തള്ളിക്കളയുകയും എന്നിട്ട് ആ വിശ്വാസികൾക്ക് നേരെ അക്രമം വരുത്തുകയും ആ വിശ്വാസം ജനങ്ങളോട് പറയാൻ അനുവദിക്കാത്ത അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നശിപ്പിക്കും.
അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനഫീന അമാനാനി എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് അല്ലാഹു തആല പറഞ്ഞു, താങ്കൾ അവരുടെ കൂട്ടത്തിലുള്ള കാലത്തോളം വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. താങ്കൾ നബിയെ നിങ്ങൾ അവരുടെ കൂടെയുള്ള കാലത്തോളം നാം നശിപ്പിക്കൂല. അല്ലാഹു തആല രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നശിപ്പിക്കൂല. നബിയുടെ മരണശേഷം സഹാബികൾ പറയലുണ്ട്, ഞങ്ങൾക്ക് 2 അമാനുണ്ടായിരുന്നു, 2 സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അമാൻ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്നാണ്, സുരക്ഷിതത്വം. 2 സെക്യൂരിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒന്ന് റസൂലുള്ള കാലത്ത് ഞങ്ങൾക്ക് ഹലാക്ക് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഇനി ആ ഒരു സെക്യൂരിറ്റി ഇപ്പം നഷ്ടപ്പെട്ടു, റസൂൽ മരിച്ചുപോയി. ഇനിയുള്ളത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ നാശം വരില്ല. അപ്പോൾ നമ്മളതിനെ മറ്റൊരു നിലയ്ക്ക് ചിന്തിക്കേണ്ടതില്ല. ഇസ്തിഗ്ഫാർ നമ്മൾ നിലനിർത്തുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ നിലനിർത്തുമ്പോൾ ഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹു തആല പുറത്തു തരും എന്ന്. അതെ, ലൗലാൻ തദാറകഹു റബ്ബുഹു നിഅമത്തും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. നമ്മൾ മഗ്‌രിബിക്ക് ഓതി കേട്ട ആ വചനമുണ്ടല്ലോ. അപ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ എന്താണ്, പിന്നെ ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു തരും. അത് പരലോകത്തേക്കുള്ള കാര്യം. പിന്നെ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശം നിരന്തരമായി ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല മഴ അയക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അയക്കും. അപ്പം റിസ്ക്, മഴ പറഞ്ഞാൽ മഴ കൊണ്ട് കിട്ടുന്ന, കാലാവസ്ഥയിൽ നിന്ന് കിട്ടുന്ന സമാധാനം, ശാന്തി, തണുപ്പ്, അതുമൂലം ഉണ്ടാകുന്ന ഭൂമിയിലെ ഫലഭൂയിഷ്ടമായ അവസ്ഥ, അതുകൊണ്ടുണ്ടാകുന്ന മറ്റു സൗകര്യങ്ങൾ, ജീവിത സുഖങ്ങൾ ഒക്കെ തരും ഇസ്തിഗ്ഫാർ നിലനിർത്തുകയാണെങ്കിൽ. അപ്പം അതാണ് അല്ലാഹു തആല ആ ഒരു ആശയം നമ്മളെ പഠിപ്പിക്കുന്നത്. അക്രമികളായി ജീവിക്കുന്ന ഒരു സമൂഹം അക്രമികളായാൽ അള്ളാഹ് നശിപ്പിക്കും. ഒരു പക്ഷേ ആ നാശം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു പ്രവാചകൻ ഉണ്ടായിരുന്ന കാലത്ത് അള്ളാഹുവിൻ്റെ അദാബാന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നമുക്കത് അറിയില്ല. ഇപ്പം വരുന്ന നാശങ്ങളൊക്കെ അത് അദാബാണോ അതല്ല പരീക്ഷണമാണോ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്ന് നമുക്ക് ചെയ്യുക, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ അള്ളാഹുവിങ്കലേക്ക് മടങ്ങുക. ഇനി വമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ വസീനതുഹാ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ അഫലാ തഅഖിലൂൻ. വമാ ഊതീതും മിൻ ഷൈഇൻ, എന്തൊരു വസ്തു നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ, അത് ദുനിയാവിലെ ഹയാത്തുദ്ദുന്യയിലെ ജീവിത വിഭവങ്ങളാണ്. വസീനത്തുഹ, ഭൗതിക ജീവിതത്തിൻ്റെ സീനത്തുമാണ്, അതിലെ അലങ്കാരങ്ങളും അതിൻ്റെ ഹയാത്തുദ്ദുന്യയിലുള്ള ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളുമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടതെല്ലാം. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഉത്തമമായിട്ടുള്ളതും അബ്ഖാ എന്നും ബാക്കിയാകുന്നതും. അബ്ഖാ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്കിയാകുന്നത്, അല്ലെങ്കിൽ എന്നെന്നും ബാക്കിയാകുന്നത്, രണ്ടുമാവാം. അബ്ഖാ എന്നുള്ള ആ സൂപ്പർലേറ്റീവാണ്. ബാക്കി അവശേഷിക്കുന്നത്, അബ്ഖാ ഏറ്റവും കൂടുതൽ അവശേഷിക്കുന്നത്. അത് കാലദൈർഘ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പവും കൊണ്ടാവാം. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഖൈറും അബ്ഖയും. ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നാലും അതിന് എന്താണ് വമാ ഊതീതും മിൻ ഷൈഇൻ, നിങ്ങൾക്ക് നൽകപ്പെട്ടത് എന്തായിരുന്നാലും
ഫമതാഉൽ ഹയാത്ത് ദുന്യ, അത് ദുന്യാവിലെ ഹയാത്തിൻ്റെ ജീവിതത്തിലെ വിഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്നോ അതിനെ തള്ളിക്കളയണം, ദുന്യാവൊന്നും സുഖവും സന്തോഷങ്ങളും വീടും നല്ല വസ്ത്രങ്ങളും ഒന്നും വേണ്ട എന്നല്ല. അതിനൊരു അന്ത്യമുണ്ട്, അതിനൊരു അറ്റമുണ്ട്, അത് മരണം വരെ ഉണ്ടാവുകയുള്ളൂ. സീനത്തുഹ, ആ സീനത്ത് നിങ്ങൾക്കാവാം. ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ് എന്ന് നബി പറഞ്ഞല്ലോ ഖുർആന്. നിങ്ങൾ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ സീനത്തോടു കൂടി തന്നെയാണ് പോകേണ്ടത്, നല്ല ഉഷാറായിട്ട് തന്നെ പോകണം. അപ്പം സീനത്ത് നമുക്കാവാം, പക്ഷേ ആ സീനത്തിനൊരു അറ്റമുണ്ട്. ആ അറ്റത്തിൻ്റെ അപ്പുറം ഉള്ളത് ശാശ്വതമായ ജീവിതമാണ് പരലോകം. അവിടേക്ക് എന്തെങ്കിലും ബാക്കി വെക്കണം. ഉമാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അമലിൻ്റെ കാര്യമായി ബാക്കിയുള്ളത്, അല്ലെങ്കിൽ അള്ളാഹു അതിൻ്റെ പ്രതിഫലമായി നമുക്ക് ബാക്കി വെച്ചത്, അതേതായിരുന്നാലും അതാണ് നല്ലത്. വ അബ്ഖ, അതാണ് ഏറ്റവും കൂടുതൽ അവശേഷിക്കുന്നതും. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താ? ദുന്യാവും സീനത്തും ഹയാത്തു ദുന്യയിലെ മത്താഴും ഒക്കെ നമുക്ക് കിട്ടണം. അതിൽ കൂടി അപ്പുറത്തേക്ക് എന്നെന്നും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതും നമുക്ക് കിട്ടണം. അതാണ്. അപ്പോൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സുഖവും ജീവിതവും നമ്മളെ സമ്പത്തും നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിച്ച് ഒട്ടും കുറയാതെ നമ്മൾ ജീവിക്കുക. എന്നാൽ അവിടേക്ക് കുറച്ചപ്പുറത്തേക്കും മാറ്റിവെക്കുക. അതുപോലെ നമ്മുടെ സുഖ സൗകര്യങ്ങളും ആരോഗ്യമൊക്കെ നമുക്ക് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്താം. കുറച്ച് നമ്മൾ പ്രാർത്ഥിക്കാനും അദ്കാറുകളിലേക്കും പഠനത്തിലേക്കും അള്ളാഹുവിനോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും മാറ്റിവെക്കണം. അതേ അവിടെ ബാക്കിയായി കിട്ടുകയുള്ളൂ. അഫമൻ വഅദ്നാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു മാംസം ആരോ ദാനമായിട്ട് ഹദിയയായിട്ട് കൊണ്ടുപോയി കൊടുത്ത് നബി വീട്ടിലേക്ക് എവിടോ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഇന്ന് മാംസമുണ്ടല്ലോ എന്ന് കരുതി നബി ഭാര്യയോട് ഒക്കെ വെന്തോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒക്കെ വെന്തു, ഒക്കെ നന്നാക്കി വേവിച്ച് വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ആ ചുമലിലുള്ള എല്ല് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള കുറച്ച് സാധുക്കൾ വന്നപ്പോൾ ഓൽക്കാണ്ട് കൊടുത്തു, ഇറച്ചിയൊക്കെ ഓൽക്ക് കൊടുത്തു. നീ എല്ലേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ വിചാരിച്ചത് മാതിരി ആകെക്കൂടി വിളർത്ത മുഖം ഉണ്ടാകും നബിക്ക്. പക്ഷേ അതിൻ്റെ ഒരു ന്യായം നബി കാണുകയാണ്. എന്താണ്? ബഖിയ കുല്ലുഹ ഇല്ലാ കത്തിഫുഹ, അത് ഓല് തിന്നോയതൊക്കെ നമുക്ക് ബാക്കിയായി കിട്ടി. സാധുക്കൾ തിന്ന ഭക്ഷണം നമുക്കവിടെ ബാക്കി കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് തിന്നാനുള്ള ആ എല്ലിൻ്റെ മുട്ടി അത് നമ്മൾ തിന്നു പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു സൽക്കർമ്മത്തിലേക്ക് നമ്മളെ ജീവിതത്തെ കൊണ്ടുവരാനാണ് വമാ ഇൻദല്ലാഹി ഖൈറും വ അബ്ഖാ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഉത്തമം, അതാണ് എന്നെന്നും ബാക്കിയാകുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? പിന്നെ അഫമൻ വഅദ്നാഹു വഅദൻ ഹസനൻ ഫഹുവ ലാഖീഹി കമൻ മത്തഅനാഹു മതാഅൽ ഹയാത്തിദ് ദുനിയാ സുമ്മ ഹുവ യൗമൽ ഖിയാമത്തി മിനൽ മുഹ്ളരീൻ. അഫമൻ വഅദ്നാഹു വഅദൻ ഹസനൻ, നാം നല്ല വാഴ്ത എന്നുള്ളതും ഒരു മലയാള പദമാണ്. കരാറ്, വാഴ്ത ചെയ്തു. അപ്പം നാം നല്ല കരാറ് ചെയ്തിട്ടുള്ള ഒരുവൻ, അഫമൻ ഒരുവനാണോ, വഅദ്നാഹു അവനോട് നാം വാഴ്ത ചെയ്തു, കരാറ് ചെയ്തു, വഅദൻ ഹസനൻ നല്ല കരാറ് ചെയ്തു, അങ്ങനെയുള്ള നല്ല കരാറ് ചെയ്തവനാണോ, അവനാണല്ലോ സത്യവിശ്വാസിയായിരിക്കുമല്ലോ അവൻ. ഫഹുവ ലാഖീഹി, ആ കരാറിൻ്റെ പ്രതിഫലം അവൻ കണ്ടുമുട്ടും, അത് സ്വർഗമാണ്. നമ്മൾ നല്ല കരാറ് ചെയ്ത ആള് ആ കരാറിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഫഹുവ ലാഖീഹി, ആ കരാറിൻ്റെ ഫലം, അതിൻ്റെ പ്രതിഫലം അവന് കണ്ടുമുട്ടും. അങ്ങനെയുള്ള ഒരാളാണോ കമൻ മത്തഅനാഹു മതാഅൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൻ്റെ ആ സുഖ സൗകര്യങ്ങളെല്ലാം സുഖിപ്പിച്ചവനെ പോലെയാണോ? അപ്പം എന്താണ്?
ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ നമ്മൾ സുഖിപ്പിച്ചു, ആ സുഖം അവൻ ആസ്വദിച്ചു. എന്നാൽ നാളത്തെപ്പറ്റി അവനൊന്നും നാളേക്ക് വേണ്ടി ബാക്കി വെക്കുകയോ, കഴിഞ്ഞ ആയത്ത് പറഞ്ഞ പോലെ ബാക്കി വെക്കുകയോ ഓർക്കുകയോ ചെയ്യാതെ ഈ ജീവിതത്തിലെ സുഖമാണ് അവസാനത്തെ സുഖം എന്ന് കരുതി ജീവിച്ചവനെ പോലെയാകുകയോ ആകുമോ? നാം നല്ല കരാറുകൾ, നല്ല വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ച ആ പ്രതിഫലം കണ്ടുമുട്ടുന്നവൻ. ഇത് പറഞ്ഞാൽ സ്വർഗസ്ഥനായ ഒരാൾ എന്തുകൊണ്ട് സ്വർഗസ്ഥനായി? അള്ളാഹുവിൻ്റെ വഅദ കേട്ട് അതിനനുസരിച്ച് ജീവിച്ച് ഫഹുവലാഖിഹി, ആ സ്വർഗത്തിനെ അവൻ കണ്ടുമുട്ടി. അവനും അള്ളാഹുവിൻ്റെ വഅദൊന്നും ശ്രദ്ധിക്കാതെ ഭൗതിക സുഖങ്ങൾ അള്ളാഹു നൽകിയിട്ട് ആ സുഖത്തിൽ ആർമരിച്ച് ജീവിതം അവസാനിപ്പിച്ചവനെ പോലെയാകുമോ ഇവൻ? നമ്മൾക്ക് ആലോചിക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്. എന്നിട്ട് സുമ്മ ഹുവ യൗമൽ ഖിയാമത്തി മിനൽ മുഹ്ളരീൻ, സുമ്മ പിന്നീട് ഹുവ യൗമൽ ഖിയാമത്തി അവൻ ഖിയാമത്ത് നാളിൽ മിനൽ മുഹ്ളരീൻ അള്ളാഹുവിൻ്റെ വിചാരണക്ക് ഹാജരാക്കപ്പെടുന്നവനാണ്. മുഹ്ളർ എന്ന് പറഞ്ഞാൽ ഹാളിറാക്കപ്പെടുന്നവൻ. എന്തിന്? വിചാരണക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്നവനാണ്. അപ്പോൾ ഭൗതിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾ അള്ളാഹു അനുവദിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആസ്വദിക്കുകയും ആ സുഖഭോഗങ്ങൾ കാരണത്താൽ ആഖിറം മറക്കുകയും ചെയ്തവൻ മിനൽ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ മിനൽ മുഹ്ളരീൻ അവൻ ഹാജറാക്കപ്പെടുന്നവനാണ്. വിചാരണക്ക് മുമ്പിൽ ഹാജരാക്കും, അതിന് ശേഷം ദുന്യാവ് മാത്രമേ ഉള്ളൂ, ആഖിറത്തിന് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, ശിക്ഷയിലേക്ക് ഹാജരാക്കപ്പെടും. അതുകൊണ്ടാണ് മിനൽ മുഹ്ളരീന ഫിൽ അദാബ് എന്നും മിനൽ മുഹ്ളരീന ഫിൽ ഹിസാബ്, ശിക്ഷക്ക് ഹാജരാക്കപ്പെടുന്നവനാണെന്നും വിചാരണക്ക് ഹാജരാക്കപ്പെടുന്നവനാണെന്നും രണ്ടും വ്യാഖ്യാനങ്ങൾ കാണാം തഫ്സീറുകളിൽ. അപ്പോൾ രണ്ടും ഒരുപോലെയല്ല എന്നർത്ഥം. പിന്നെ വയൗമ യുനാദീഹിം ഫയഖൂലു ഐന ശുറകാഇയ അല്ലദീന കുൻതും തസ്ഉമൂൻ. വയൗമ യുനാദീഹിം അവരെ നാം വിളിക്കുന്ന ദിവസം, ഫയഖൂലു അവൻ പറയും, ഐന ശുറകാഇ അള്ളാഹു ആണ് പറയുക. ആ വിളിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ആ ഖിയാമത്ത് നാളിലാണ്. ആ ഖിയാമത്ത് നാളിൽ അവൻ ചോദിക്കും, അവൻ പറയും, ഐന ശുറകാഇ എൻ്റെ പങ്കാളികൾ എവിടെയാണ്? അള്ളാഹ്ക്ക് പങ്കാളിയുണ്ട്. അള്ളാഹിൻ്റെ കൂടെ ഈ ലോകം മുഴുവൻ കുറേ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമീങ്ങളുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും അവരോട് പ്രാർത്ഥിക്കാൻ വെച്ചാൽ മതി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് എതിരിൽ ജീവിച്ചാലും അവരുടെ തൃപ്തി കിട്ടിയാൽ മതി. അങ്ങനെയൊക്കെയാണ് ആളുകളുടെ ഒരു ചിന്ത. മുഹമ്മദ് നബിൻ്റെ സുന്നത്ത് അനുസരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നാട്ടിൻ്റെ ആചാരമനുസരിച്ച് ജീവിച്ചാൽ തന്നെ നമ്മൾ സ്വർഗത്തിലെത്തും എന്നിങ്ങനെയൊക്കെയുള്ള ധാരണപ്പിഴവുകളാണ് മനുഷ്യന്മാർ അധികവും വെച്ചു പുലർത്തുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് വയൗമ യുനാദീഹിം, അവരെയൊക്കെ അള്ളാഹു തആല വിളിക്കും. പഠിച്ചവൻ്റെ കൂടെ നമ്മളെ രക്ഷിക്കാനും ലോകം നിയന്ത്രിക്കാനും പഠിച്ചവൻ്റെ അടുക്കൽ നിന്ന് സ്വർഗം വാങ്ങിത്തരാനൊക്കെ ആളുണ്ട്. ഒക്കെ അള്ളാഹുവിൻ്റെ പങ്കാളികളുണ്ട്. കുറേ ആളുകൾ അള്ളാഹ്ക്ക് മക്കളുണ്ട് പറഞ്ഞു, കുറേ ആളുകൾ അള്ളാഹിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഇടയാളന്മാരുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പല രൂപത്തിലും അള്ളാഹുവിന് പങ്കുകാർ വെച്ചു. ആ പങ്കുകാർ എവിടെ എന്ന് അള്ളാഹു തആല ചോദിക്കും. ഐന ശുറകാഇ എൻ്റെ പങ്കുകാരെവിടെയാണ്? അതാ ശരീക്ക് എന്ന് പറഞ്ഞാൽ പങ്കുകാരൻ. സ്വയം അവർ ഒരു ശരീക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ എന്ന് പറയുമല്ലോ, അതിലൊരു പങ്ക്, ഒരു ഷെയർ എനിക്കും ഉണ്ട്. അപ്പം ഞാനും ആ കമ്പനിയിൽ പങ്കുകാരനാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഉപകാരം തരുന്നാനും അള്ളാഹിൻ്റെ ഉപദ്രവം നൽകുന്നവരൊക്കെ ആയ കുറേ ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് അള്ളാഹു തആല ചോദിക്കും. അങ്ങനെ വിശ്വസിച്ച് മരിച്ചവരോട് അതിന് ശുറക്കായി എൻ്റെ പങ്കുകാരെവിടെയാണ്? അപ്പം എൻ്റെ പങ്കുകാർ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടായിട്ടല്ല ആ എൻ്റെ പങ്കുകാരെന്ന് അള്ളാഹ് പറയുന്നത്. അള്ളാഹ്ക്ക് പങ്കുകാരില്ല. പക്ഷെ അവരുടെ വാദപ്രകാരം അള്ളാഹുവിൻ്റെ പങ്കുകാരായി ലോകം നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് രക്ഷയും ശിക്ഷയും ഒക്കെ നൽകുകയും
ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയപ്പെട്ട ആളുണ്ടല്ലോ, ഓലൊക്കെ എവിടെയെന്ന് അള്ളാഹു തആല ഒരു പരിഹാസ സ്വരത്തിലാണ് ചോദിക്കുന്നുണ്ട്. എവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാനല്ലാത്ത വേറെ റബ്ബുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എവിടെയാണ് അവർ എന്ന് ചോദിക്കും. അല്ലദീന കുന്തും തസുമൂൻ, സഅമ എന്ന് പറഞ്ഞാൽ അവകാശവാദം ഉന്നയിച്ചു, അവകാശപ്പെട്ടു എന്നാണ്. അപ്പം നിങ്ങൾ അവകാശപ്പെട്ടിരുന്ന അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെട്ടിരുന്ന, അവർ അത് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം മലക്കുകൾ അള്ളാഹുവിൻ്റെ കൂടെ പലതും ചെയ്യാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് മലക്കുകളോട് പറഞ്ഞാൽ മതി, അവരോട് പറയണ്ട, അള്ളാഹിനോടാണ്ട് നേരിട്ട് പറയണ്ട. അമ്പിയാക്കന്മാർ അള്ളാഹിൻ്റെ കൂടെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നവരാണ്, അങ്ങനെ അമ്പിയാക്കന്മാരോട് പറഞ്ഞാൽ മതി. സാലിഹീങ്ങൾ, ശുഹദാക്കൾ, അങ്ങനെ കാലാകാലത്തും അങ്ങനെ ജനങ്ങൾ പലരെയും അള്ളാഹുവിൻ്റെ കൂടെയുള്ളവരാണെന്ന് കരുതി ആരാധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു ഏകനായിരുന്നു. അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് ആ ശിർക്ക്. അവർ പരലോകത്ത് വരുമ്പോൾ എവിടെ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്ന എൻ്റെ ശുറക്കാകൾ, പങ്കുകാരെവിടെയാണ്? അല്ലദീന കുൻതും തസുമൂൻ, നിങ്ങൾ അവകാശപ്പെട്ടിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഖാലല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, അള്ളാഹുവിൻ്റെ ആ വചനം സാക്ഷാത്കരിച്ചിട്ടുള്ള ആളുകൾ പറയും. അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അൽ ഖൗലു ബിൽ അദാബി, ശിക്ഷ കിട്ടുമെന്ന്, ശിക്ഷിക്കുമെന്ന് അള്ളാഹു തആല ഹക്കായിട്ടും ഉറപ്പിച്ചിട്ടുള്ള ആ അക്രമികൾ പറയും. അതായത് ഇതിനൊക്കെ നേതൃത്വം നൽകി അവരെ അള്ളാഹുവിൻ്റെ പങ്കാളികളിലേക്ക് ക്ഷണിച്ചിരുന്ന നേതാക്കന്മാർ, ശിർക്ക് പ്രചരിപ്പിച്ചിരുന്ന നേതാക്കന്മാർ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അന്ന് അവർക്ക് ബോധ്യപ്പെടും അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും കഴിവില്ല, ഞങ്ങളവരെ ആരാധിച്ചു, പക്ഷേ ഞങ്ങൾക്കൊന്നും ഇവരെ രക്ഷിക്കാൻ കഴിയൂല, ഞങ്ങൾ വെറുതെ ആരാധിച്ചതാണ് എന്നാണ് അവർ പറയുക. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹൗലാഇ, ഈ കൂട്ടർ, അല്ലദീന അഗ്വൈന, ഞങ്ങൾ വഴികേടിലാക്കിയ ഈ കൂട്ടർ, അതായത് ഞങ്ങളാൽ വഴികേടിലായവരും കുറേ ആളുകൾ. ഇപ്പം അമ്പിയാക്കന്മാരും മലക്കുകളെയും ശുഹദാക്കളെയും സാലിഹീങ്ങളൊക്കെ ആരാധിച്ചുകൊണ്ട് വഴികേടിലായി കുറേ ആളുകൾ, അവരുടെ പേരിൽ വഴികേടുകളായി. പിന്നെ ഈ പൗരോഹിത്യം അവരെ ആരാധിക്കാൻ പറഞ്ഞിട്ട് അവരെ വഴികേടിലാക്കി. അങ്ങനെയുള്ള ഹൗലാഇല്ലദീന അഗ്വൈന, ഞങ്ങൾ വഴികേടിലാക്കിയ ഈ സമൂഹം, അഗ്വൈനാഹും, അവരെ ഞങ്ങൾ വഴികേടിലാക്കിയത്, കമാ ഗവൈന, ഞങ്ങൾ വഴികേടിലായ പോലെ തന്നെയാണ്. ഗവാ എന്ന് പറഞ്ഞാൽ വഴികേടിലായി. ഞങ്ങൾ വഴിതെറ്റിയ പോലെ ഞങ്ങൾ അവരെയും വഴിതെറ്റിച്ചു. ഞങ്ങളോ വഴിതെറ്റി, ഞങ്ങൾ അവരെയും വഴിതെറ്റിച്ചു. അതാണ് ഉണ്ടായത്. തബർഇന ഇലൈക, നിന്നിലേക്ക് ഞങ്ങളിതാ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു. തബറ എന്ന് പറഞ്ഞാൽ ഇതെന്നൊക്കെ ഞങ്ങളിതാ കുറ്റത്തിൽ നിന്ന് ഒഴിയുന്നു. ഞങ്ങളങ്ങനെ കൽപ്പിച്ചു കൂട്ടി ചെയ്തതൊന്നുമല്ല, ഞങ്ങളാണ്ട് വഴിതെറ്റി, പിന്നെ ഓലെയും വഴിതെറ്റിച്ചു, ഒരശ്രദ്ധമായി ജീവിച്ചു. തബർഇന ഇലൈക, നിന്നിലേക്ക് ഇതാ ഞങ്ങൾ വഴികഴിവ് പറയുന്നു, കുറ്റത്തിൽ നിന്ന് വഴികഴിവ് പറയുന്നു. മാക്കാനു ഇയ്യാന യഅ്ബുദൂൻ, അവർ ഞങ്ങളെ ആരാധിച്ചിരുന്നവരായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആരാധിച്ചിട്ടില്ല പോലെ അവർ പിശാച്ച് അവരോട് ഞങ്ങളെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ പിശാച്ച് പറഞ്ഞ മാതിരി കേട്ട് പിശാച്ചിനെ ആരാധിച്ചു. ഇപ്പം ഈസാ നബി അലൈഹി സ്വലാമിനെ ആരാധിക്കണമെന്ന് ഈസാ നബി പറഞ്ഞിട്ടില്ലല്ലോ. മറിയം അലൈഹി സ്വലാമിൻ്റെ പ്രതിമ ഉണ്ടാക്കി എന്നോട് പ്രാർത്ഥിക്കണമെന്ന് മറിയം അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ലല്ലോ. ഉസൈർ പറഞ്ഞിട്ടില്ല. ഒരു മഹാന്മാരും പറഞ്ഞിട്ടില്ല. ലോകത്ത് ഒരു മഹാന്മാരും ബദരീങ്ങളോട് ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ എന്ന് ഞങ്ങളെ വിളിക്കാനെന്ന് ബദരീങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ പറയണീനടുക്ക് മരിച്ചുപോയില്ലേ. ഓഹദീങ്ങൾ പറഞ്ഞിട്ടില്ല, സാലിഹ്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരു സാലിഹും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ആരാധിച്ച് ജീവിക്കണം. മാക്കാനു ഇയ്യാന യഅ്ബുദൂൻ, അവർ ഞങ്ങളെ ആരാധിക്കുന്നവരായിരുന്നില്ല, കാരണം ഓൽക്കറിയില്ല അവരാരാധിച്ചു. വഖീല, പറയപ്പെടും, ഉദ്ഉ ശുറക്കാഅക്കും, അപ്പോൾ ഉദ്ഉ ശുറക്കാഅക്കും, എന്നാൽ നിങ്ങളെ പങ്കാളികളെ വിളിക്ക്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും രക്ഷയില്ല, എന്നാൽ നിങ്ങളെ പങ്കാളികളെ വിളിക്ക്, അവർ രക്ഷിക്കട്ടെ. ഫദഅഉഹും, അപ്പോൾ അവർ വിളിച്ചു നോക്കും. അവർ ആരാധിച്ചിരുന്ന ഈ മഹാന്മാരെയും പ്രതിമകളെയും ഒക്കെ വിളിച്ചു നോക്കും. ഫലം യസ്തജീബൂ ലഹും, അവർക്ക് ഇവർ ഉത്തരം നൽകുകയില്ല.
ഉത്തരം നൽകിയിട്ടില്ല. അങ്ങനൊന്നും സംഭവിക്കൂല എന്നർത്ഥം. വറഅവുൽ അദാബ്, അവർ ശിക്ഷ